ഷാർക്കിന്റെ അതിഭയങ്കരമായ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, ഷാർക്കിനെ നമുക്ക് തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഒരു വഴിയുണ്ട്, അല്പം റിസ്കിയാണ്. ഷാർക്കിനെ തടഞ്ഞു നിർത്താൻ റിസ്ക് എടുത്തേ പറ്റൂ. എന്തിനും ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. മിസ്റ്റർ പീറ്റോ, എല്ലാം ഓക്കെ ആണല്ലോ? യെസ് മിസ്റ്റർ ജയ്വാൻ. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഇതിനു മുമ്പ് കടലിനടിയിൽ ഇത്ര ആഴത്തിൽ വന്നിട്ടില്ല. അതെ, ശരിയാണ്. ഇവിടെ ഏത് സമയത്തും നമുക്ക് അപകടമുണ്ടാകാം. യെസ് സാർ. ആ, ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. ഓക്കെ. നിക്ക് പീറ്റോ, അവിടെ എന്തോ ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ, ഞാൻ നിങ്ങൾക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓ ഗോഡ്, ഡു യു ബിലീവ് ദിസ്? ഇതൊരു മുങ്ങിപ്പോയ ഷിപ്പാണ്. അതിനകത്ത് ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ശരി, വാ, അടുത്ത് ചെന്ന് നോക്കാം. ദേ നോക്ക്, ഷാർക്ക് 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 അറ്റാക്ക് പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഓ ഗോഡ്, ബാക്ക് ഓഫ്, ബാക്ക് ഓഫ്, വേഗം ഇവിടെ നിന്ന് പോവാ. ഇന്നത്തെ ഈ ദിവസം എത്ര ജോളിയാണല്ലേ. ബീച്ച് എന്ത് ശാന്തമായിരിക്കുന്നു. ഇതിനെ ഇപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ ഗുഡ് ഡേ. നീ പറഞ്ഞ ശരിയാ ട്വിങ്കിൾ. ഗുഡ് ഡേക്കാളും ഇത് വളരെ ഗുഡ് ഡേ ആണ്. ഇപ്പൊ ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയാണ് ട്വിങ്കിൾ അണ്ടോടോ. ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ സൺസെറ്റിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ടെൻഷനും ഇല്ല. ഓ നോ, R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അപകടത്തിന്റെ സിഗ്നൽ ഗുംഷുദ ഐലൻഡിൽ നിന്നാണ് വരുന്നത്. ഗുംഷുദ ഐലൻഡോ? ഇതുവരെ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഗുംഷുദ ഐലൻഡ് സൺസിറ്റിയിലെ ഒരു സീക്രട്ട് ഐലൻഡ് ആണ്. അവിടെ സയന്റിസ്റ്റ് ടോപ്പ് സീക്രട്ട് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഉടൻ അങ്ങോട്ട് ചെല്ലണം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഹായ് സൂപ്പർ സ്പീഡോ, ഗുംഷുദ ഐലൻഡിൽ നിന്ന് അലേർട്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരണം. ശരി, ഈ കടൽ കടന്ന് നമ്മൾ എങ്ങനെ ഐലൻഡിലോട്ട് ചെല്ലുന്നത്? ആ കാര്യത്തിൽ ഫോർമുല നമ്പർ 304 നമ്മളെ സഹായിക്കും. ഓക്കെ, ആക്ടിവേറ്റിംഗ് ഫോർമുല 304. കിക്കോ, സൂപ്പർ സ്പീഡോ, ഗുംഷിദ ഐലൻഡിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനാണ് മിസ്റ്റർ സ്യൂമർ. ഞാനാണ് ഇവിടുത്തെ ചീഫ് റിസർച്ച് ഓഫീസർ. ഇദ്ദേഹമാണ് ജോണി, എന്റെ അസിസ്റ്റൻസാ. ഗുഡ് മോർണിംഗ് സ്വിമ്മർ അങ്കിൾ ആൻഡ് ജോണി അങ്കിൾ.
ഈ ഗുംഷുദ ഐലൻഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്രയ്ക്ക് വലിയ അപകടമൊന്നും അല്ല. പക്ഷെ നമ്മുടെ 2 ഡൈവേഴ്സ് മിസ്റ്റർ ജേവൻ പിന്നെ പീറ്റുവിന്റെ നേർക്ക് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അറ്റാക്കോ? ആരാണ് അറ്റാക്ക് ചെയ്തത്? ഒരു ഭീകരനായ ഷാർക്ക്. അത് അൺയൂഷ്വലി വളരെ വലുതാണ്. എന്റെ ദൈവമേ, ഷാർക്കാണെന്നോ? ഞാനെന്റെ പേടി മറക്കാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. അറ്റാക്ക് എപ്പോഴാ സംഭവിച്ചേ? മിസ്റ്റർ ജേവനും മിസ്റ്റർ പീറ്റോയും കടലിനടിയിൽ ഒരു അത്ഭുതകരമായ സാധനം കണ്ടെത്തിയിരിക്കുകയാണ്. അതിനടുത്തേക്ക് പോകുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ആ അത്ഭുതകരമായ കാര്യം എന്താണ് സ്വിമ്മർ അങ്കിൾ? അതൊരു വലിയ സീക്രട്ടാണ്. പക്ഷെ ഞാനത് നിന്റെ കൂടെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. മുങ്ങിപ്പോയ ഒരു വമ്പൻ കപ്പലാണത്. കാര്യായിട്ട് പറയാണോ? മുങ്ങിപ്പോയൊരു വലിയ കപ്പലോ? എന്ന് വെച്ചാല് അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. ഈ വെള്ളത്തിനടിയില് വളരെ പഴയ ഒരു അത്ഭുതകരമായ കപ്പൽ മുങ്ങിക്കിടക്കുകയാണ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ആ ഷാർക്ക് ആ കപ്പലിനടുത്ത് എത്തുമ്പോ തന്നെ ഷാർക്ക് അറ്റാക്ക് ചെയ്യുന്നു. അത് കോയിൻസിഡൻസ് ആയിരിക്കും അല്ലേ? ശിഖരത്തിന്റെ കൊടുമുടിയായാലും കടലിന്റെ അടി ആഴമായാലും ശരി, എവിടെ പ്രശ്നം വന്നാലും അവിടെ ഞങ്ങൾ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും എന്നെ കുറിച്ച് ഓർമ്മയുണ്ടാകും. സാറ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അദ്ദേഹം ഇവിടെ എത്തിയെന്നാ. താങ്ക് യു ഡിറ്റക്റ്റീവ് ജൂനിയർ. ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് അങ്കിൾ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ആ കിക്കോ, ഡിറ്റക്റ്റീവ് ജെറ്റ്പാഡ് മുങ്ങിപ്പോയ കപ്പൽ കണ്ടെത്തും. പിന്നെ ആ ഷാർക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഒരു ജോലി എത്ര കഠിനമായാലും ഞാൻ അതിൽ നിന്നും പിൻവാങ്ങില്ല. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് ചട്ട്പട്ടും എന്റെ ടീമും ഒരുമിച്ചു. അത് അടിപൊളിയാണ്. ഈ കാര്യത്തിൽ നമുക്ക് ഡോക്ടർ ആവിഷ്കാറിനോട് സഹായം ചോദിക്കാന്നാ എനിക്ക് തോന്നുന്നത്. പശുവിൽ നിന്നും പാല് കിട്ടുന്നു, പാലിൽ നിന്നും തൈര് കിട്ടുന്നു. കീക്കോ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഓടി ബാബാ, നമ്മൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം ഡീറ്റെയിൽസ് പറയും. എന്താ വേണ്ടത് എന്ന് ചോദിക്കാം. ഡോക്ടർ ആവിഷ്കാർ സിംഗ്. ഡിറ്റക്ടീവ് ജഡ്ജ്മെന്റ് സാർ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ആ കപ്പലിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നോ? ഞാനിപ്പോ എന്ത് പറയാനാ? ഓഫ്കോഴ്സ് അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്താണ് മനസ്സിലായത് ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ? ഒന്ന് നിക്കേ. ഇത് കണ്ടോ? ഈ ഷിപ്പില് അതാ ആ മാർക്ക് നിങ്ങൾ കണ്ടില്ലേ? നല്ലോണം നോക്കൂ. എന്റെ അമ്മോ, നീ ഇത് കണ്ടോ? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ടല്ലേ? അതെ ഡോക്ടർ ആവിഷ്കാർ സാൻഡ്, മാർക്കുണ്ട്. പക്ഷെ അത് സ്ട്രേഞ്ച് ആണല്ലോ. ഉണ്ടല്ലോ അല്ലേ? സ്ട്രേഞ്ച് ആണ്, എക്സൈറ്റിംഗ് അല്ലേ? പക്ഷേ ആ മാർക്കിന്റെ അർത്ഥം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത് കീക്കോ. മാർക്കിനെ വിട്ടേക്ക്. കപ്പലിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ഡോക്ടർ ആവിഷ്കാർ സിംഗ്? അതെ, അറിയാം. എന്ത്? അതാണ് ഞാനിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാ ട്വിങ്കിൾ, വാ ഡോഡോ. അവരാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും മുമ്പ് നമുക്ക് ഷാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ആ ഷാർക്ക് എന്തിനാ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തത്? സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ കടലിനടിയിൽ പോകാനായിട്ട് സബ്മറൈൻ മോഡ് ഓൺ ചെയ്യണം. ഇക്കാര്യത്തിൽ നമ്മളെ ഫോർമുല നമ്പർ 246 സഹായിക്കും. ആക്ടിവേറ്റിംഗ് ഫോർമുല 246. കടലിന്റെ അടിയിൽ ഒരു ലോകം തന്നെ ഉണ്ടല്ലേ? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫെന്റാബുലസ്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് അല്പം പേടി തോന്നുന്നു. ഈ കപ്പലിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മെജസ്റ്റിക്. ഈ കപ്പലിനകത്ത് ടോട്ടൽ സൺസെറ്റിക്കും കേറാന്നാ തോന്നുന്നത്. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്ന കീക്കോ? നിങ്ങൾ സൂപ്പർ സ്പീഡോയ്ക്കകത്ത് തന്നെ ഇരിക്കെ. ഞാൻ പോയി ആ കപ്പലിനകത്ത് നോക്കിയിട്ട് വരാം. എന്റെ ദൈവമേ, പക്ഷേ ഇത് അപകടം പിടിച്ച കളിയാ. നീ പേടിക്കണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വേഗം വരാം. സൂപ്പർ സ്പീഡോ, ഡോറൊന്ന് അൺലോക്ക് ചെയ്യ് പ്ലീസ്. യെസ് കീക്കോ. അകത്തേക്ക് പോകാനുള്ള വഴിതാ അവിടെയുണ്ട്.
കപ്പലിനകത്ത് അങ്ങനെ എന്ത് രഹസ്യമാണുള്ളത്? ഒരുപക്ഷെ ആ ബോക്സ് ആയിരിക്കോ? അങ്ങനെ അതിൽ എന്താ ഉള്ളത്? ഏതായാലും ഒന്ന് നോക്കാം. ദേ അടയാളമുണ്ടല്ലോ. എന്താണാവോ സംഭവിക്കുക? Oh no! Shark! ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നീ വേഗം നിങ്ങൾ ചെയ്യ്. കീക്കോയിനകത്ത് കുടുങ്ങി കിടക്കുക. വിഷമിക്കണ്ട ഫ്രണ്ട്സ്. കിക്കോ, ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വാ. ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അല്പം കൂടി വേഗത്തിൽ വാ കിക്കോ. വേഗം കിക്കോ, ഫുൾ സ്പീഡായിട്ട് വാ. സൂപ്പർ സ്പീഡോ പൊയ്ക്കോ. Oh no! ഷാർക്ക്, അത് നമ്മുടെ പുറകെ ഉണ്ട്. ചേട്ടാ, ഇതെന്ത് പറ്റി? എന്താ പറ്റിയത്? നമ്മളെല്ലാരും ഷാർക്കിന്റെ വയറ്റിനകത്ത് പോകുന്ന തോന്നുന്നത്. കിക്കോ, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ, ഞങ്ങൾ ആ ഷാർക്കിനെ നേരിട്ട് കണ്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഷാർക്ക് കപ്പലിനടുത്ത് എവിടെയോ ആണുള്ളത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നീ വേറെന്താ കണ്ടത്? ആ കപ്പലിനകത്തൊരു ബോക്സ് ഉണ്ട്. വളരെ വലുതാണ്. ആ ബോക്സിലും ഒരു അടയാളമുണ്ട്. സ്കൾ ആൻഡ് ബോൺസിന്റെ. ഇരുട്ടാണെങ്കിലും ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാതെ വരരുത്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒരു അല്പം ആലോചിക്കാം. സാർ ഗോഡ്വേഡിൽ തന്റെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു. അതെന്താ സംഭവം? കടലിൽ ആരോ കൊള്ളയടിച്ച സമ്പത്തായിരിക്കും അതല്ല. 500 വർഷം പഴക്കമുള്ള ആന്റിക് ആയിരിക്കും അതല്ല. അതെന്താ ഈ ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ട് ഒരു കാര്യം തെളിച്ച് പറയില്ലേ? ഇല്ല, അതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ടിന്റെ സ്പെഷ്യാലിറ്റി. മിസ്റ്റർ സുമാർ, ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ട് പറയുന്നത് ആ കാണുന്ന 2 അടയാളങ്ങള് കടൽ കൊള്ളക്കാരന്മാരുടേതാണെന്നാ തോന്നുന്നത്. പൈറേറ്റ്സ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യത്തെ ഡോക്ടർ ആവിഷ്കാർ സിംഗ് ആണ് പറഞ്ഞത്. 500 വർഷങ്ങൾക്ക് മുമ്പോ? എങ്കിൽ ആ ബോക്സിനകത്ത് തീർച്ചയായിട്ടും നിധി ഉണ്ടായിരിക്കും. നമ്മളത് പുറത്തെടുത്തേ പറ്റൂ. പക്ഷേ സാർ, അത് ഇമ്പോസിബിൾ ആണ്. കടലിനകത്ത് ഷാർക്കുണ്ട്. അപകടമാണ്, ആപത്താണ്. ആ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് കിക്കോയും സൂപ്പർ സ്പീഡോയും നമ്മുടെ കൂടെ ഉള്ളത്. വാവ്! കടലിന്റെ അടിയിൽ നിധി ഉണ്ടെന്നോ? അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. പക്ഷെ അവിടെ ഒരു ഷാർക്കും ഉണ്ടല്ലോ. എന്റെ ദൈവമേ, അത് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ ശരീരം മൊത്തം വിറയ്ക്കുന്നു. ഞാനിപ്പോ ഒരല്പം കഴിച്ചോട്ടെ. സൂപ്പർ സ്പീഡോയും നമ്മളും ചേർന്ന് ഒരു ഐഡിയ കണ്ടെത്താം. ആ ബോക്സ് പുറത്തെടുത്തേ പറ്റൂ. എന്ത് പറയുന്നു സൂപ്പർ സ്പീഡോ? ശരിയല്ലേ? എന്റെ ദൈവമേ, ആ കാണുന്നത് ഷാർക്കിന്റെ പല്ലല്ലേ? എനിക്ക് തോന്നുന്നത് ഷാർക്ക് സൂപ്പർ സ്പീഡ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ അതിന്റെ പല്ലിതി കുടുങ്ങിപ്പോയെന്നാ. ഒരൊറ്റവാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. പക്ഷെ ഇത് ശരിക്കും അൺബിലീവബിൾ തന്നെയാണ്. നീ എന്താ അങ്ങനെ പറയുന്ന കീക്കോ? കാരണം ഇത് പല്ലല്ല, ഇതൊരു മെറ്റലാണ്. ദേ കണ്ടോ? ഷാർക്കിന്റെ പല്ല് ഡമ്മി ആണെന്നോ? എങ്കിൽ ആ ഷാർക്കും ഡമ്മി ആയിരിക്കും. കിക്കോ, നിനക്ക് എല്ലാ കാര്യം മനസ്സിലായല്ലോ അല്ലേ? നീ ആദ്യം കപ്പലിനകത്തേക്ക് പോകണം. പിന്നെ വിലയുയർന്ന ബോക്സ് പുറത്തേക്ക് കൊണ്ടുവരണം. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നീ ആ ഷാർക്കിന് ഇരയാവാതെ രക്ഷപ്പെടണം. ആ പക്ഷേ ആ ഷാർക്ക് ഇപ്പൊ അതിനെ കുറിച്ച് പറയരുത് റോഡോ. കീക്കോ നേരത്തെ പറഞ്ഞതല്ലേ,
ഷാർക്ക് ഡമ്മിയാണെന്ന കാര്യം ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സീക്രട്ട്. ആരെ എന്നെ ഡാൻസ് കളിപ്പിക്കുന്നത്? അത് കണ്ടോ മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ? കടലിനടിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ലൊക്കേഷനിൽ തന്നെയാണ് ആ കപ്പലും ഉള്ളത്. ശരിയല്ലേ ജോണി? ജോണി എങ്ങോട്ടാ പോയത്? നമുക്ക് വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കിയേ പറ്റൂ. നിങ്ങൾ വിഷമിക്കണ്ട സ്വിമ്മർ അങ്കിൾ, അത് ഞങ്ങൾ നോക്കിക്കോളാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാലോ? ആ കീക്കോ, സൂപ്പർ സ്പീഡോ എല്ലാ കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കും. വരൂ പോവാം. എന്താ സൂപ്പർ സ്പീഡോ, നീ എന്താ നിന്ന് കളഞ്ഞത്? ഓ കീക്കു, ഇതിപ്പോ അതേ സ്പോട്ട് അല്ലേ? ഇവിടെ ഷിപ്പ്. സൂപ്പർ സ്പീഡോ, നമ്മുടെ സൂപ്പർ സ്കാനർ ഉപയോഗിച്ച് ആ കപ്പൽ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. നിനക്ക് ഫോർമുല നമ്പർ 39 യൂസ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഓൾ റൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 39. ദേ അങ്ങോട്ട് നോക്ക് കീക്കോ, നീ അന്വേഷിച്ച കപ്പൽ അവിടെയുണ്ട്. ആ കപ്പൽ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് ദൂരത്തേക്കൊന്നും അതിന് പോകാൻ പറ്റില്ല കീക്കോ. ഞാൻ ചെയ്യുന്നത് കണ്ടോ? നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തതാണല്ലോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ്. വാവ്, സംസാരിക്കുന്ന ഷാർക്കോ? എടാ മരമണ്ണൻ ഡോഡോ, ഡമ്മി ഷാർക്കിനൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഇതിന്ന് ഒരു കാര്യം കൺഫേം ആയി, ഇത് ഷാർക്ക് അല്ലെന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു, നിന്റെ ഈ കോസ്റ്റ്യൂം വളരെ റിയൽ ആണ്. എടാ കൊച്ചു ചെറുക്ക, എനിക്ക് നിന്റെ അപ്രിസിയേഷൻ ഒന്നും ആവശ്യമില്ല. ഒറിജിനൽ ആയാലും ശരി, ഡമ്മി ആയാലും ശരി, നിന്റെ കഥ തീർക്കാൻ ഞാൻ ഒരാൾ മതി. അല്ല ഷാർക്ക്, നീ ഗുംഷുദ ഐലൻഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കപ്പൽ അവർക്ക് സ്വന്തമായതാ. ഇത് നീ കൊണ്ടുപോകുന്നത് തെറ്റാണ്. ഗുംഷുദ ഐലൻഡിലുള്ളവരൊക്കെ മരമണ്ടന്മാരാണ്. അവർക്ക് ഈ കപ്പലിന്റെ വില എന്താണെന്ന് അറിയില്ല. ഇതിന് ഞാൻ വേറെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് നല്ല വിലയ്ക്ക് ഇത് വിറ്റ് കാശാക്കും ഞാൻ. സോറി ഷാർക്ക്, നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നെ തടഞ്ഞു നിർത്താൻ പോവുകയാണോ? വേഗം സ്ഥലം വിട്ടോ ചക്ക ഇവിടുന്ന്. റൈറ്റ് റോങ്ങിനെ കണ്ട് പേടിക്കാറില്ല. എന്നാൽ ഇന്ന് പിടിച്ചോ ഈ ഷാർക്കിന്റെ അതിഭയങ്കരമായ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, ഷാർക്കിനെ നമുക്ക് തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഒരു വഴിയുണ്ട്, അല്പം റിസ്കിയാണ്. ഷാർക്കിനെ തടഞ്ഞു നിർത്താൻ റിസ്ക് എടുത്തേ പറ്റൂ. എന്തിനും ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് 325. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 325. നീ എന്ത് പണിയാണ് കാണിച്ചത് കൊച്ചു ചക്ക? ഷാർക്കിന്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയി. അകത്താരോ ഉണ്ട്, അവനാണ് ഈ ഷാർക്കിനെ ഓടിക്കുന്നത്. ഞാൻ അകത്ത് നിന്ന് അവൻ ആരാന്ന് കണ്ടെത്താം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ലേസർ ലൈറ്റ് കൊണ്ട്
ഷേടാ ഇവനെ ജോണി അല്ലേ, ആ സ്വിമ്മറിന്റെ അസിസ്റ്റന്റ്. ജോണി, നിന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. മര്യാദയ്ക്ക് പുറത്തിറങ്ങി വാ. എന്റെ കളി ഇനിയും അവസാനിച്ചിട്ടില്ല കുട്ടികളെ. ഇനി അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടോ? ഓ നോ, സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. ഓക്കെ കീക്കോ. നീ വേഗം ചെല്ല്. ജോണിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. നിന്റെ കളി ഇതോടെ അവസാനിച്ചു ജോണി. നീ വീണ്ടും എത്തിയോ? ശരി, ഓക്കെ. വീണ്ടും നിന്റെ കൂടെ ഒരു പ്രാവശ്യം കളിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇല്ല, എന്റെ ടോട്ടൽ പ്ലാനും നീ തവിടുപൊടിയാക്കിയിരിക്കുകയാണ്. ഇനി വേറൊരു വഴിയില്ല. ഞാൻ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഏ? ഏ, ജോണി, നീ ആകാശത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജോണി അല്ല മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ, ഷാർക്ക് എന്ന് പറയേ. മീനിന്റെ വയറ്റിനകത്ത് നിന്ന് ഒരു ക്രിമിനൽ പുറത്തേക്ക് തിരിക്കാം. വളരെ വ്യത്യസ്തമായ കള്ളനായിരിക്കും. ആടിച്ച് എല്ല് പൊട്ടിച്ച് ജയിലിനകത്തിടും ഞാൻ. സാറിപ്പോ കോഡ് വേർഡിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നല്ലേ? ഡെമ്മി ഷാർക്ക്, യു ആർ അണ്ടർ അറസ്റ്റ്. പക്ഷേ കപ്പല്, അതിനകത്തുള്ള നിധി. മിസ്റ്റർ സ്വിമ്മർ, ഏതായിരിക്കുന്നു നിങ്ങൾ ചോദിച്ച നിധി? ആ കപ്പലിനകത്ത് ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങളുടെ നിധി സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു മിസ്റ്റർ സ്വിമ്മർ. റിസർച്ചിനു വേണ്ടി 500 വർഷം പഴക്കമുള്ള ആ കപ്പലും റെഡിയാണ്.